ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ്. ഞാനൊരു ട്രെസ്ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ട്രെസ്ലെച്ചസ് കേക്ക് എന്താണെന്ന് അറിയാത്തവരുണ്ടാവില്ല, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞുതരാം. നമ്മൾ 3 ടൈപ്പ് പാലിൽ സോക്ക് ചെയ്തിട്ട് എടുക്കുന്ന ഒരു സോഫ്റ്റ് കേക്കാണ് ട്രെസ്ലെച്ചസ് കേക്ക്. ഈ കേക്കിൻ്റെ പേരും അതുപോലെ തന്നെയാണ്, ട്രെസ്ലെച്ചസ് കേക്ക്, ട്രീ മിൽക്ക് കേക്ക് എന്നാണ്. അപ്പോൾ ഇത് പല രീതിയിൽ ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിന് ബേസിക്കായിട്ട് വേണ്ടത് ഒരു കേക്കാണ്, ഒരു സ്പഞ്ച് കേക്കാണ്. അത് ഉണ്ടാക്കാൻ ടൈമില്ലാത്തവർക്ക് വാങ്ങിയിട്ടാണെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ഉണ്ടാക്കുകയാണ്, അതിൻ്റെ മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. 1 ടീസ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് തരിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ കേക്കാണ്. ഓൾ പർപ്പസ് ഫ്ലോറും ബേക്കിംഗ് പൗഡറും നല്ലപോലെ ഒന്ന് അരിച്ചിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി കേക്ക് ടീൻ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇത് ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, ജസ്റ്റ് ഓയിൽ യൂസ് ചെയ്തിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡസ്റ്റ് ചെയ്യുന്നുണ്ട്. മൈദ യൂസ് ചെയ്തിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നിനുമല്ല, ജസ്റ്റ് ഒന്ന് വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഡസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ടീൻ റെഡി ആയിട്ടുണ്ട്. ഈ കേക്കിൽ യൂസ് ചെയ്യുന്നത് ബട്ടറാണ്, ഓയിലല്ല യൂസ് ചെയ്യുന്നത്. അപ്പം ബട്ടർ ഞാനിവിടെ 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അപ്പം കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെച്ചിട്ടുള്ള ബട്ടറാണ് കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ ഇതൊരു 100 ഗ്രാം ബട്ടർ ഉണ്ട്. നമ്മളിത് ബീറ്റർ യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ബട്ടർ എല്ലാം നല്ലപോലെ ഉടച്ചതിന് ശേഷം ബീറ്റർ യൂസ് ചെയ്തിട്ട് നല്ല സോഫ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബട്ടർ നല്ലപോലെ സോഫ്റ്റായിട്ട് തരിയൊന്നുമില്ലാതെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാം. ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ഇതൊരു 1/2 കപ്പ് ഷുഗറാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ഈ കേക്ക് പൊതുവേ ഒരു സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, ഒരു സ്വീറ്റർ സൈഡിലുള്ള കേക്കാണ്. ഇനിയും നമ്മളിതിൽ സ്വീറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യുക. ഇത്ര മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഇത്ര ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കുറയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഫൈൻ ഷുഗറാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഫൈൻ ഷുഗർ യൂസ് ചെയ്യാത്തവർക്ക് പഞ്ചസാര പൊടിച്ചത് സെയിം മെഷർമെൻറ്റിൽ ആഡ് ചെയ്താലും മതി. അപ്പോൾ ഇത് ഞാൻ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നമുക്കിനി മിക്സ് ചെയ്തെടുക്കണം. ഷുഗർ ഇപ്പോൾ ബട്ടറിൽ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ആഡ് ചെയ്യേണ്ടത് മുട്ടയാണ്. മുട്ട ഞാൻ ലാർജ് സൈസ് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒന്നിച്ച് ആഡ് ചെയ്യുന്നില്ല, ഓരോന്ന് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന മുട്ടയുടെ സൈസ് ചെറുതാണെങ്കിൽ, അതായത് മീഡിയം അല്ലെങ്കിൽ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുട്ടയുടെ നമ്പർ കൂട്ടിയാൽ മതി. അതായത് 4 അല്ലെങ്കിൽ 5 മുട്ട എടുക്കേണ്ടി വരും. ഇപ്പോൾ ഇതാ നമ്മൾ 3 മുട്ട ഓരോന്നായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ എഗ്ഗ് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നത് വാനില എസൻസ് ആണ്. അത് 1 ടീസ്പൂണാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്, പാല്. അതിൻ്റെ മുന്നേ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതാ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറേശ്ശെ വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഫൈനലി നമുക്ക് റൂം ടെമ്പറേച്ചറുള്ള പാൽ ആഡ് ചെയ്യണം. ഇത് 1/3 കപ്പാണ്. അത് നമ്മൾ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ നല്ലപോലെ ടാപ്പ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഓവനല്ല യൂസ് ചെയ്യുന്നത്, ഒരു സോസ് പാനാണ്. പഴയൊരു സോസ് പാൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം പ്രഷർ കുക്കറും യൂസ് ചെയ്യാം. ഇത് ഇതേപോലെ നല്ലപോലെ ക്ലോസ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കേക്ക് ടീൻ ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ എയർ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യണം. ഇനി നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇതൊരു 10 മിനിറ്റ് നേരം വെക്കാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ടു ലോയിലേക്ക് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതൊരു 30 മിനിറ്റ്സ് നേരം ഈ ഫ്ലെയിമിൽ നമ്മൾ വെക്കുന്നുണ്ട്.
ഇപ്പോൾ ഇതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. കറക്റ്റ് 30 മിനിറ്റ്സിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇത് കാണാൻ നല്ല പോലെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്ക്യൂർ യൂസ് ചെയ്തിട്ട് ഉള്ളിൽ നല്ല പോലെ കുക്കായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഇതാ സ്ക്യൂറെല്ലാം ക്ലീൻ ആണ്, മോയ്സ്റ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ നല്ല പോലെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ ടൈമിൽ നമുക്ക് നമ്മുടെ ട്രെസ്ലെച്ചസ് കേക്കിലേക്കുള്ള മിൽക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 3 ടൈപ്പ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ആഡ് ചെയ്യുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് 300 ഗ്രാമാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് കറക്റ്റ് മെഷർമെൻറ്റ് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് സ്വീറ്റ്നെസ് കുറവാണ് വേണ്ടതെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവും കുറയ്ക്കാം. അടുത്തത് ആഡ് ചെയ്യുന്നത് ഇവാപ്പറേറ്റഡ് മിൽക്കാണ്. അത് 170 ഗ്രാമാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്തത് തേർഡ് മിൽക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. ഈ ഫുൾ ഫാറ്റ് മിൽക്കിന് പകരം നിങ്ങൾക്ക് ഹെവി ക്രീമും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് 1/3 കപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഒരു സ്ക്യൂർ യൂസ് ചെയ്തിട്ട് കേക്കിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോൾ ഇട്ട് കൊടുക്കുന്നത് മിൽക്കിൽ നല്ല പോലെ കേക്ക് സോക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതാ ഹോൾസ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിൽക്ക് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കരുത്. ആദ്യത്തെ ഒരു സെറ്റ് ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് കംപ്ലീറ്റ് കേക്കിലേക്ക് പിടിച്ചതിന് ശേഷം പിന്നെ രണ്ടാമത്തെ സെറ്റ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സെറ്റ് മിൽക്ക് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞു. ഓൾമോസ്റ്റ് കേക്ക് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ഒഴിച്ചിട്ടില്ല, ഇനിയും മിൽക്ക് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ്സിന് ശേഷം കംപ്ലീറ്റ് മിൽക്ക് കേക്കിൽ പിടിച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് സെറ്റ് മിൽക്ക് ഒഴിക്കുകയാണ്. ഇതും നമ്മൾ കംപ്ലീറ്റ് മിൽക്ക് ഒഴിക്കുന്നില്ല, കുറച്ചേ ഒഴിക്കുകയുള്ളൂ. കേക്കിനകത്ത് നല്ലപോലെ മിൽക്ക് ഉണ്ട്. അപ്പോൾ അധികം ഒഴിക്കുന്നില്ല, ജസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് നമ്മൾ ഇനി ഇത് തണുപ്പിക്കാൻ വെക്കുകയാണ്. ഇനി ബാക്കിയുള്ള മിൽക്ക് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് തണുക്കുന്ന ടൈമിൽ നമുക്ക് ഫ്രോസ്റ്റിങ്ങിന് കുറച്ച് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ബീറ്റിംഗ് എല്ലാം ഞാനിതിൻ്റെ മുന്നേ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്യുന്നത് 1/3 കപ്പ് ഷുഗറാണ്. അപ്പം ഈ ഷുഗർ നിങ്ങൾക്ക് സ്വീറ്റ്നെസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ഷുഗർ പാടെ കുറയ്ക്കാം. കാരണം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചെയ്തിട്ടുള്ള പാൽ ഒഴിച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ആഡ് ചെയ്തത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഇതെല്ലാം ആഡ് ചെയ്ത് നല്ലപോലെ സ്റ്റിഫ് ആവുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ വിപ്പിംഗ് ക്രീം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് തണുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. 1 അവറാണ് നമ്മൾ ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. കേക്കിലുള്ള മിൽക്ക് എല്ലാം കേക്കിൽ നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിപ്പിംഗ് ക്രീമിൽ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഷുഗർ ഒഴിവാക്കാം. കാരണം ഇനി നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്തും കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചെയ്തിട്ടുള്ള മിൽക്ക് ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുശേഷം സെർവ് ചെയ്യുന്ന സമയത്ത് മിൽക്ക് യൂസ് ചെയ്തിട്ട് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. സ്വീറ്റ്നെസ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും. അല്ലാത്തവർ കുറച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കി കഴിച്ചാലും മതി. നല്ല അടിപൊളി കേക്കാണ്. പാർട്ടീസിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കേക്കാണ്. എന്തായാലും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.